സ്നേഹമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ഒരു ദിവ്യശിശു ജനിക്കുകയുണ്ടായി. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ കാണുന്നവ കണ്ട കണ്ണുകൾ ഭാഗ്യമുള്ളവ. അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ കണ്ടില്ല. അനേകം പേർ കേൾക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നിതാ ദിവ്യശിശു, ലോകരക്ഷകനായ മിശിഹ, ദൈവപുത്രനായി ഒരു ശിശുവായി കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനായ മിശിഹ അവിടുന്ന് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി ഭൂജാതനായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിമാതാപിതാക്കളുടെ പാപം മനുഷ്യവർഗത്തെ തിന്മയിലേക്ക് ആഴ്ത്തിയെങ്കിൽ ദൈവം ആ മനുഷ്യരോട് കരുണ കാണിച്ചു. അവിടുന്ന് വാഗ്ദാനം ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകനെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതെ പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? ലോകത്തെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ അവിടുന്ന് മനുഷ്യനായി മണ്ണിൽ അവതരിച്ചു. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ രത്നച്ചുരുക്കം. ആ ജനനം ക്രിസ്മസ് നാളിൽ നാം ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനിതാ ഒരു ശിശുവിൻ്റെ രൂപത്തിൽ കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അവിടെ നമ്മൾ കാണുന്നുണ്ട്, മാലാഖമാർ അതിഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ ജനനം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷയാണ് പ്രദാനം ചെയ്യുന്നത്. അവിടുത്തെ സ്നേഹവും അവിടുത്തെ സന്തോഷവും അവിടുത്തെ സമാധാനവും അവിടുത്തെ ശാന്തിയും നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് ലോകത്തിലേക്ക് പിറന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. മാലാഖമാർ ഏറ്റുപാടി ആട്ടിടയന്മാരോട് അറിയിപ്പ് നൽകി, നിങ്ങൾക്ക് ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാർ തിടുക്കത്തിൽ പോയി രക്ഷകനായ മിശിഹായെ, ആ ദിവ്യശിശുവിനെ കണ്ടു, കുമ്പിട്ട് ആരാധിച്ചു. അതിനെ തുടർന്ന് പൂജ്യരാജാക്കന്മാർ വന്ന് അവരും ഈ ദിവ്യശിശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. തങ്ങളുടെ കൈവശമുള്ള പൊന്നും മേറയും കുന്തിരിക്കവും കാഴ്ചയായി സമർപ്പിച്ചു. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്കും ഈ ദിവ്യശിശുവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കാം, നമുക്കുള്ളതെല്ലാം കാഴ്ചയായി സമർപ്പിക്കാം. ദൈവത്തിനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ആ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് ഈ ക്രിസ്മസ് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ, ശാന്തി നിറഞ്ഞ ഒരു വലിയ ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.